വാസ്തവത്തിൽ പൗരന്മാർ ചെയ്യേണ്ടത് പട്ടാളത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, വിശ്വാസത്തിലെടുക്കുക, ട്രസ്റ്റ് ദം. അതെ, ദേ വിൽ ഡു ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. അതല്ലാതെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു യുദ്ധം ജയിക്കാനായിട്ട് ഇന്ത്യൻ ആർമി ഇത് നേരത്തെ പറയണമായിരുന്നു, കളഞ്ഞില്ല. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും ഒക്കെ തർക്കിച്ച് തോറ്റ് ആവശ്യം നിലയിലായി കഴിഞ്ഞ ജൂണിൽ. അന്നേരം ഈ ഡാറ്റ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവന്മാരെ അങ്ങ് തീർന്നു. അപ്പം എൻ്റെ സോഷ്യൽ മീഡിയ വാശി തീർക്കാനായിട്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് നേരത്തെ പറയണമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നമുക്കൊരു രോമാഞ്ചമൊക്കെ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ യുദ്ധത്തിൽ ജയിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, സോഷ്യൽ മീഡിയ നരേറ്റീവ് എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ നമ്മുടെ ആൾക്കാർ, പട്ടാളക്കാർ ഈ നരേറ്റീവ് വാറിൽ അത്രയ്ക്കങ്ങ് വിശ്വസിക്കുന്നവരല്ല. നമുക്കാണതിൽ വിശ്വാസം കൂടുതൽ. കണ്ടില്ലേ പാകിസ്ഥാൻ ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ആർമി ചീഫാണ് അത് പറഞ്ഞത്. ഒരു സാധാരണ പാകിസ്ഥാനിയോട് ചോദിക്കുക ഈ യുദ്ധം എന്തായെന്ന് ചോദിക്കുക, അവൻ പറയും പാകിസ്ഥാൻ ജയിച്ചു എന്ന് പറയും. അതിൻ്റെ തെളിവെന്താ പാകിസ്ഥാൻ ജയിച്ചു എന്ന്? വല്ല ഫോട്ടോയോ വീഡിയോ വല്ലതും കയ്യിലുണ്ട്? അതല്ലേ ആസിം മുനീറിനെ ഫീൽഡ് മാർഷലാക്കിയത്? ജയിച്ചുകൊണ്ടല്ലേ, തോറ്റാൽ ഫീൽഡ് മാർഷലാക്കുമോ? എന്തൊരു പരിഹാസമാണെന്ന് ആലോചിച്ചു.